എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായും നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. പ്രധാനമായി പറയാനുള്ളത്, നമുക്കറിയാം, പോയ LDFിൻ്റെ ഭരണകാലത്ത് പിണറായി വിജയൻ ചില 2 IPS ഉദ്യോഗസ്ഥരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, ശരിയായ രീതിയിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയന്ത്രിച്ച് പോയതും അവിടെ ഉണ്ടാകുന്ന ചില മോശമായ കാര്യങ്ങളെ അനൗൺസ്മെൻറ്റ് ചെയ്തതിലും പ്രയാസപ്പെട്ടാണ് ഇവർ രണ്ടുപേരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയത്. അതിൻ്റെ പ്രധാന കാരണം, മറ്റു ചില സ്ഥാപനങ്ങളിൽ പണി ചെയ്യുന്ന ചില IAS ഓഫീസേഴ്സ് സ്വന്തം ജോലി ചെയ്യാതെ എപ്പോഴും ഭരണതലത്തിലുള്ളവരുമായി കൂട്ടുപിടിച്ച് നല്ല അടുപ്പവും ബന്ധവും വകുപ്പ് മന്ത്രിമാരുമായിട്ടൊക്കെ അടുപ്പങ്ങളും സ്ഥാപിച്ച് ജോലി ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവരെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞ് അവരെ ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു പിണറായി വിജയൻ അവരെ മാറ്റി നിർത്തിയത്. 2 സത്യസന്ധരായ, ഊർജ്ജസ്വലരായ, കഴിവുള്ള 2 IAS ഓഫീസേഴ്സാണ്. അതിലൊന്ന് മിസ്റ്റർ പ്രശാന്ത്, മറ്റൊന്ന് മിസ്റ്റർ അശോകൻ. കഴിവുള്ളവരാണ്. ആർക്കും സത്യങ്ങളെ മാത്രം മുൻനിർത്തി അർഹിക്കുന്നവർക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ഈ 2 ഓഫീസേഴ്സ് ഇപ്പോൾ പുറത്താണ്. സോ ഇവരുടെ സേവനം ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇവരെപ്പോലുള്ള ഓഫീസേഴ്സിനെയാണ് ജനം ഇഷ്ടപ്പെടുന്നതും. സോ കഴിയുന്നതും വേഗത്തിൽ ഇവരുടെ സേവനം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് ഉറപ്പാക്കാൻ ചീഫ് മിനിസ്റ്റർ ശ്രമിച്ചാലും അവരുമായി അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു, അവരെങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, എന്തൊക്കെ വിശദമായി അറിയുകയും അവരുടെ സേവനം ഗവൺമെൻറ്റിന് ആവശ്യമാണെന്ന് തോന്നിയാൽ ഉടൻ തന്നെ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനർത്ഥം പിണറായി വിജയൻ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്കറിയില്ല. എന്നാൽ കേട്ടിടത്തോളം കാലം പബ്ലിക്കിൽ നിന്ന് അറിഞ്ഞെടുത്തതും 99% ഇവർ വിശ്വസ്തരാണ്, ഇവർ നല്ലവരാണ്, നല്ല ജോലി ചെയ്യുന്നവരാണ്. ആരും ഇവരുടെ അടുക്കലേക്ക് ചെന്നാൽ സത്യങ്ങളെ മനസ്സിലാക്കി കാര്യമായ രീതിയിൽ അവരുടെ ആവലാതികളെ പരിഗണിക്കുന്ന 2 പേരായിരുന്നു. ഇതുപോലുള്ള പരിഗണന മറ്റു ചില IAS ഓഫീസേഴ്സ്മാരിൽ ഉണ്ടാകാറില്ല. അവർ ഈ ഭരണപക്ഷത്തെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും സമയം കളഞ്ഞ് ശമ്പളവും പറ്റി അങ്ങ് ജീവിക്കുക എന്നുള്ളൊരു തരക്കാരാണ്. അവരിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ള കഴിവുള്ളവരെ മാറ്റി നിർത്തുന്നത് മുമ്പ് നാം കണ്ടിട്ടുള്ളതാണ്. അതിൽ IASഉം IPS ഓഫീസേഴ്സിന് അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ പലർക്കും സഹിക്കേണ്ടി വന്നത് അത് നമുക്കറിയാം. അത് ഓരോരോ പേരായിട്ട് എടുത്ത് പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല, നമുക്കറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് CM പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം അടുത്തത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് കഴിവുള്ളതാണ്. അദ്ദേഹം മുമ്പ് ആഭ്യന്തരമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇവിടെ വളരെ പ്രശംസനീയമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും വാഹനങ്ങൾ ആ ഒരു സ്റ്റേജ് ഉണ്ടായത് വളരെ മോശമായി. അത് പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തി. എന്നാൽ താങ്കൾ പറയുകയുണ്ടായി, ആഭ്യന്തര വകുപ്പെന്ന് എനിക്ക് യാതൊരു ഇൻഫർമേഷൻ കിട്ടില്ല, അതുകൊണ്ടൊന്നും അതിൽ ഇടപെടാൻ സാധിച്ചില്ല. അതല്ല,
ഒരു പോലീസ് എന്ന് പറയുന്നത്, ഞാനും പോലീസുകാരനായിരുന്നു, ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ അവിടെ ആര് പറഞ്ഞില്ല എന്നല്ല. ഇത്രയും ഒരു മോബ് വെറും അക്രമം അഴിച്ചുവിടാൻ വേണ്ടി പല നേതാക്കന്മാർ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അക്രമത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ സാഹചര്യം അവിടെ എല്ലാവർക്കും അറിയാം. എല്ലാവരും കാണുന്നു. ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആവശ്യമുള്ള പോലീസുകാരെ അവിടെ എത്തിച്ചില്ല. എല്ലാ കഥകൾ കഴിഞ്ഞ കുറച്ച് പോലീസുകാരോട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ വളരെ ശോചനീയമായ ഒരു രംഗം വന്ന് കാണാനിടയായത് 2 യങ് പോലീസ് ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് അവിടെ നേതാക്കന്മാരുടെ കെഞ്ചുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങൾ അവരെ ദയവീത് ഒന്ന് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രശ്നമില്ല. അത് ഞങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് കൊണ്ടു, നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളിപ്പോൾ പോകാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ആജ്ഞാപിക്കുകയാണ്. മറിച്ച് തൻ്റെ ഇടമുള്ള പോലീസാകുന്ന ആ നേതാക്കന്മാരായിരുന്നു ആദ്യം പിടിച്ചകത്തിടേണ്ടത്. അത് ചെയ്തില്ല. ഇതിൽ മനസ്സിലാകുന്നത്, ഇതിൻ്റെ കൂടുതൽ ഇത്ര സംഗതി വഷളാക്കിയത് ഏതൊരു യൂണിയൻ നേതാവ് സ്റ്റേഷൻ ഓഫീസറായിട്ട് മ്യൂസിയത്തിലുണ്ട്. അദ്ദേഹമാണ് ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുകളിലുള്ളവർ അറിയിച്ചെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദി എക്സാക്ട് റീസൺ. പക്ഷെ എന്നിരുന്നാലും അന്ന് കാണിച്ചത് വളരെ മോശമായിപ്പോയി. നമ്മൾ ബംഗാൾ പോലെ അല്ല. ബംഗാളിൽ ഇങ്ങനെ ഇഡി ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാലും. ശരിയും തന്നെ ആഭ്യന്തര മന്ത്രാലയങ്ങളിൽ ഉണ്ട് കുറേ അലവലാതി സാധനങ്ങൾ. പണ്ടത്തെ പിണറായിയുടെ പിടിയാളുകളാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പലരും പറയുന്നത് ഇപ്പോഴും ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി എന്നാണ്. ഈ 2 ദിവസം മുമ്പേ ഇഡിക്ക് നേരെ ഉണ്ടായ ആക്രമങ്ങളെ കണ്ട് പൊതുജനങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ ആഭ്യന്തരത്തിന് ഒരു മാറ്റമില്ല, ഇപ്പോഴും അതിൻ്റെ കംപ്ലീറ്റ് ചുക്കാൻ പിടിക്കുന്നത് പിണറായിയാണ്. ശരിയാണ്, പിണറായി വെച്ച ഓഫീസേഴ്സ്, കുറേ അന്തം കമ്മി ഓഫീസേഴ്സ് എവിടെ ഉണ്ട്, അവർ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഇഡിയിൽ ഉണ്ടായ ആക്രമണങ്ങൾ. അതെല്ലാം 2 IAS ഓഫീസേഴ്സ് ഇപ്പോൾ ഈ നേതാക്കന്മാരോട് ഇങ്ങനെ അപേക്ഷിക്കുന്നതൊക്കെ പോലീസ് ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ആഭ്യന്തരമന്ത്രി സ്ട്രിക്റ്റായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എവിടെ നിന്നും മുകളിൽ നിന്ന് ഇത് കിട്ടിയില്ലെങ്കിൽ ക്രമസമാധാനം ആൾക്കാർക്ക് ആവശ്യമാണ്. അത് ആകെ അരങ്ങാടി ഈ സോഡാ കുപ്പികളും സോഡാ ബാട്ടിലുകളും ചുടുകട്ടയും ഇഷ്ടികളും കൊണ്ട് ആക്രമണം ചെയ്ത് നടക്കുമ്പോഴും നിസ്സഹായരായി നിൽക്കുന്ന പോലീസുകാരെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്തിത് സംഭവിച്ചു? ശരിക്കും ആ സമരക്കാർക്ക് അനുകൂല മനോഭാവമായിരുന്നു അവിടെ പോലീസ് എടുത്തിരുന്നത്. യാതൊരു തെറ്റില്ല, അത് ആർക്കും പറയാനും പറ്റില്ല. ദൃശ്യമാധ്യമങ്ങൾ കൂടി കണ്ടതാണ്, എല്ലാ പബ്ലിക്കും കണ്ടതാണ്. അവിടെ മോശമായ ഒരു ചീത്തപ്പേര് ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ടായി. അതേപോലെ തന്നെ ശ്രീ VD സതീശൻ ഈ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പുഞ്ചിരിച്ച് തിരിഞ്ഞ് മറുപടി പോലെ കൊടുത്ത് അദ്ദേഹം അങ്ങോട്ട് പോന്നു. ദയവ് ചെയ്ത് ചീഫ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയും നിങ്ങൾ കഴിവുള്ളവരാണ്. നിങ്ങൾ കാര്യങ്ങളെ വാസ്തവമായി അടുത്തറിഞ്ഞ് പല സ്ഥാനങ്ങളുള്ള കീടങ്ങളെ മാറ്റുക, കഴിവുള്ളവരെ അതിലേക്ക് പ്രദർശിപ്പിക്കുക. ഒപ്പം വകുപ്പ് മന്ത്രിമാരുടെ സ്റ്റാഫിനെ ഒന്ന് ശരിയായ രീതിയിൽ സെലക്ഷൻ ചെയ്യുക. നമ്മുടെ മുരളീധരൻ ചെയ്ത പോലെ കഴിവുള്ള ആൾക്കാരെ അത് ഉൾപ്പെടുത്തി ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കാനുള്ള ശ്രമം നടത്തിയാലും ഈ അനാവശ്യം ആരായിരുന്നാലും ഏത് പാർട്ടിയായിരുന്നാലും നല്ല കാര്യങ്ങൾക്ക്, സത്യസന്ധമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. പാർട്ടി വേണം. പാർട്ടി പറയുന്ന എല്ലാം ശരിയോ തെറ്റാണെന്ന് ഒന്ന് ശരിക്ക് 4 വശം അറിഞ്ഞ് കേട്ടറിഞ്ഞ് വേണം ഓരോ ആക്ഷനും എടുക്കേണ്ടത്. അതുകൊണ്ട് ഇനി ഒരിക്കലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു അക്രമ പരമ്പര ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന് പറയാനുള്ളത്, നമുക്കറിയാം പാവം പിടിച്ച ഒരു യദു എന്നൊരു KSRTC-കാരൻ പണ്ട് പാവാടപ്രായത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണിനെ അന്തം കമ്മികൾ മേയറാക്കി. ആ മേയറും പഴയ നമ്മുടെ പൂവാലൻ ഗണേഷ് കുമാറും കൂടെ, അതായത് KSRT ഗണേഷ് കുമാറും ചേർന്ന് ഒരു പാവം പിടിച്ച യദു എന്നുള്ളൊരു ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി പട്ടിണിക്കാക്കി. എന്ത് നേട്ടം കുയെന്നറിയുക. അത് ദൈവം കൊടുത്തു. ദൈവവും ജലം കൊടുത്ത ശിശുണ്ട്. രണ്ടും ഇരിപ്പുണ്ട്. മേയറും മന്ത്രി ഇപ്പോൾ രണ്ടും വീട്ടിൽ ഇരിപ്പുണ്ട്. അതും ഇന്നലെ അവിടെ സമരത്തിനൊക്കെ ഒന്നൊക്കെ കണ്ടു. ഇതൊക്കെ എല്ലാം നാശത്തിൻ്റെ ജന്മങ്ങളാണ്. അതുകൊണ്ട് മന്ത്രി ചീഫ് മിനിസ്റ്ററോടും ആഭ്യന്തരമന്ത്രിയോടും പറയുന്നു, ദയവ് ചെയ്ത്
നിങ്ങളോട് അങ്ങേയറ്റം വളരെ സ്നേഹത്തോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ശുചീകരണം ചെയ്യുക. പഴയ അന്തംകമ്മികളായിട്ടുള്ള കുറച്ച് അവിടെ ഉണ്ട്. അവർ നിങ്ങളെ തകർക്കും, തരിപ്പണമാക്കും. നിങ്ങളുടെ ന്യൂസുകളെല്ലാം അവർ ചോർത്ത് കൊടുക്കും. അതില്ലാതാക്കാൻ വേണ്ടി അവരെ മാറ്റുക, മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി നിർത്തുക. പകരം നല്ല കഴിവും സത്യസന്ധതയും ഡെഡിക്കേഷനുള്ള ഓഫീസേഴ്സിനെ, ആൾക്കാരെയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചാലും. ഒപ്പം മാതാപിതാക്കളോട് പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ ഏതെങ്കിലും SFIയിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരുണ്ടെങ്കിൽ മക്കളോട് പറയുക, ജീവിതം പാഴാക്കരുതെന്ന്. നേതാക്കന്മാർ വന്ന് ഫ്രണ്ടിക്കുമ്പോൾ ആ നേതാക്കന്മാരുടെ മക്കളെ ഒപ്പം നിർത്തിയിട്ട് ഇവരെ സമരം ചെയ്യാൻ പറയുക. അപ്പോൾ ഇവിടെ സമരം കാണത്തില്ല. നേതാക്കന്മാർ സ്വന്തം മക്കളെ ഒന്നും കൊണ്ട് നിർത്തി അവിടെ സമരം ചെയ്യാൻ നോവും, കിട്ടും തല്ല് അവർക്കും. എന്തുകൊണ്ട് നേതാക്കന്മാർ അത് നേതാക്കന്മാരെ പല ഭാഗത്തും നേതാക്കന്മാരുടെ മക്കളെ വലിയ വലിയ സ്ഥലങ്ങളിൽ പഠിപ്പിച്ച് സൗകര്യമാക്കി എല്ലാം ആക്കുമ്പോൾ ഇവിടെ പാവം പിടിച്ച് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് പിള്ളേരെ വളർത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് SFIയിലോ വല്ലതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള കോലാഹലം കാട്ടിക്കൂട്ടി അവന്മാർക്കുള്ള മയക്കും മരുന്ന് എല്ലാം കൊടുത്ത് ഉത്തേജന വസ്തുക്കളൊക്കെ കൊടുത്ത് ഇങ്ങനെ അതിനെ ഇല്ലാതാക്കിയാണ്. ഒരു സമൂഹത്തെ തന്നെ നശിപ്പിച്ച് കളയാണ്. അതാണ് ഈ അന്തംകമ്മികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനെയൊക്കെ ചെറുക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്തോ ഒരു തൂഫാൻ എന്നും പറഞ്ഞൊരു മയക്കുമരുന്ന് വിരുദ്ധമായ ഒരു സ്ക്വാഡൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ നടക്കണം, പ്രായോഗികമായിരിക്കണം. അത് സാധിച്ചാൽ എല്ലാ കോളേജുകളും, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലോടൊക്കെ എല്ലാം സ്കൂളുകളിൽ പോലും എന്തെങ്കിലും ഒരു ബയോമെട്രിക് സംവിധാനം ഉണ്ടാക്കി സ്കൂളിൽ വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഉച്ചയ്ക്ക് വരുമ്പോൾ ഗേറ്റിൽ കൂടി പാസ്സായാൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സെൻസർ വെച്ച് തന്നെ ആയിരിക്കണം വിദ്യാർത്ഥികൾ കോളേജിലോ സ്കൂളിലോ വരേണ്ടതും പോകേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് കോളേജുകളിലാണ് കൂടുതൽ അഴിഞ്ഞാട്ടം. ഈ യൂണിവേഴ്സിറ്റി ഇതെല്ലാം നടക്കുന്നത്. കാരണം അതിലൊത്തിരി ഈ പരിഗണനയിൽ കൂടി സീറ്റൊക്കെ വാങ്ങി വരുന്ന ആൾക്കാർ, റിസർവേഷനിൽ സ്റ്റുഡൻസൊക്കെ ഉണ്ട്. ഇവരാണ് കൂടുതൽ പ്രശ്നം കാണിക്കുന്നവർ. കാരണം അവർ വരുമ്പോൾ ഒരു പുതിയ ലോകം, പുതിയ ആകാശം, പുതിയ ഭൂമി. അവിടെ ഏതെങ്കിലും SFI നേതാക്കന്മാർ ഇവർ ആഹ്വാനിക്കാൻ വലിയ ഇതായിരിക്കും. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ചെറിയ ചോക്ലേറ്റും മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് ഇവർ വേറൊരു ലോകത്ത് ജീവിക്കുകയാണ്. ഇതിനെല്ലാം ഒരു അവസാനം കണ്ടെത്തണമെങ്കിൽ ആ തൂഫാൻ എന്നുള്ള സംവിധാനങ്ങൾ വിപുലീകരിച്ചാൽ ഇത് ഒരുപാട് അതിനുള്ള പ്രിവെൻറ്റേഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ബയോമെട്രിക് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ഒപ്പം ഈ ലോക്കൽ ഓരോ സ്ഥലത്തും കുട്ടികൾ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാനും അത് സെയിൽ ചെയ്യാനുമൊക്കെ ഉള്ള സംവിധാനം കൊണ്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ലോക്കലിൽ തന്നെ ഇതിനുകൊണ്ട് ഒരു സംവിധാനം അതീവ രഹസ്യമായി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ തൂഫാൻ എന്ന മയക്കുമരുന്നിന് വേണ്ടി ഉണ്ടാക്കിയ തൂഫാൻ പ്രോജക്റ്റ് നല്ല രീതിയിൽ സക്സസ് ചെയ്യാൻ പറ്റും. സോ ഒരിക്കൽ കൂടി പറയുന്നു, പ്രധാനപ്പെട്ട ചീഫ് മിനിസ്റ്ററോടും ആഭ്യന്തരമന്ത്രിയോടും കലഹങ്ങൾ വരാതിരിക്കാൻ തങ്ങളുടെ പഴയ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അന്തംകമ്മി ഓഫീസേഴ്സിനെയൊക്കെല്ലാം മാറ്റി അവരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ പോയ ദിവസം ഇടിക്കുന്നതിനുണ്ടായ ആക്രമണം പോലെ പലതും ഉണ്ടാകും. അതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാന കാര്യമാണ്. കുറച്ച് സമയം അതിലേക്ക് വേണ്ടി ചീഫ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയും ഒന്ന് ശ്രമിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.